പൊതുവഴി നശിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമായി. കുന്നത്തുകാൽ മൂവോട്ടുകോണത്തെ പൊതുവഴി നശിപ്പിച്ചതിനെതിരെ ജില്ലാ കളക്ടർ, RDO, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് ഭരണസമിതി എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകി. കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ വണ്ടിത്തടം വാർഡിലെ മൂവോട്ടുകോണം നടപ്പാത നശിപ്പിച്ചതിനെതിരെയാണ് ജില്ലാ കളക്ടർക്ക് പൊതുപ്രവർത്തകൻ റോബിൻ പ്ലാവിളയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയത്. തിരുവനന്തപുരം RDOയ്ക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. RDO നിർദ്ദേശാനുസരണം കുന്നത്തുകാൽ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നറിയിച്ചു. വണ്ടിത്തടം, വെതുകോട്ടുകോണം, പാലാറവിളാകം, അലക്കാട്ടുകോണം, മൂവോട്ടുകോണം നിവാസികൾ നൂറ്റാണ്ടുകളായി സഞ്ചരിച്ചു വന്നിരുന്ന പൊതുവഴിയാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ മാണിനാട് കിഷൻകോവിലിൽ പണ്ടേയുള്ള ആന എഴുന്നള്ളിച്ച് ഈ തോട്ടുവരമ്പയാണ് വന്നത്. ആ 10 അടി വീതിയുള്ള വരമ്പാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കൂടി പോകാനോ വരാനോ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഗവൺമെൻറ് അതിലേക്കായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. ചെമ്മൻപിള്ള മൂവോട്ടുകോണം മടത്തുവിളാഹം റോഡാണ് ഈ കാണുന്നത്. ഇതിൽ നിന്നും മാണിനാട് മൂവോട്ടുകോണം റോഡിനെ ബന്ധിപ്പിക്കുന്ന നടപ്പാതയാണ് ചില തൽപര കക്ഷികൾ മണ്ണ് വെട്ടി മാറ്റി നശിപ്പിച്ചത്. ഇതിനെതിരെയാണ് പരാതി പഞ്ചായത്തിന് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ടിനായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടറിന് പരാതി നൽകി. ബഹുമാനപ്പെട്ട RDO സബ് കളക്ടറിന് പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ RDOയുടെ നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ, കുന്നത്തുകാൽ വില്ലേജ് ഓഫീസർ ഇന്ന് സ്ഥലം സന്ദർശിച്ച് ഈ പ്രസ്തുത വഴി വെട്ടിമാറ്റിയ ആ കാൽനടപ്പാത സന്ദർശിച്ച് അദ്ദേഹം റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കാമെന്ന്, ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാൽനടപ്പാതയാണ്. ഈ ജനങ്ങൾ വർഷങ്ങളായി, ഈ പൊതുജനങ്ങൾ ഈ കുന്നത്തുകാലിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്, വില്ലേജ് ഓഫീസ്, ചാവടിയിൽ സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഓഫീസുണ്ട്, കൃഷി ഭവനുണ്ട്. ഇതെല്ലാം ഈ ചാവടി ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലേക്ക് ഈ വണ്ടിത്തടം, അലക്കാട്ടോണം, പാലറവിളാഹം, വെതുക്കോട്ടോണം ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ വഴിയാണ് ഇന്ന് വെട്ടി നശിപ്പിച്ച് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമല്ലാത്ത വിധം ആയിരിക്കുന്നത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ വഴി തുറന്ന് നൽകുവാൻ സർക്കാർ ആ നടപടി, അടിയന്തരമായ നടപടി. ഇപ്പോൾ ഇതുപോലെ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളാണ്. അവർക്ക് ഇന്ന് ജോലി സ്ഥലത്ത് വരാൻ തന്നെ അവർ വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത്. തോട്ടിൻ്റെ അതിൽ ആ വയലിൽ ചവിട്ടിയാണ് അവർ വന്നത്. അപ്പോൾ അവർക്ക് ഇന്ന് പോകാൻ വഴിയില്ല. കാര്യം വെച്ചാൽ ഒരു 10 അടിയോളം വീതി ഉള്ള ഒരു വലിയ വഴിയായിരുന്നു. പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ പഴയ ആൾക്കാർ പറഞ്ഞത് 10 അടി ആന പൊക്കിക്കൊണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, മാണിനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടെ ഒരു ആന സ്വന്തമായിട്ടുണ്ടായിരുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പേ ഈ ആന എഴുന്നള്ളത്തും കാര്യങ്ങളെല്ലാം ഈ 10 അടി വഴിയിൽ പൊക്കിക്കൊണ്ടിരുന്നൊരു നടപ്പാതയായിരുന്നു. അത് കാലാന്തരത്തിൽ 8 അടിയായി. പിന്നെ അത് 8 അടി 6 അടിയിലേക്ക് മാറി. അവസാനം ഇപ്പോൾ ഒരു 4 അടി പോലും ഇല്ലാത്ത രീതിയിൽ അതിനെ നശിപ്പിച്ചു. സ്വകാര്യ വ്യക്തികൾ അതിനെ കൈയടക്കി അതിക്രമിച്ച് ഇപ്പം ജനങ്ങൾക്ക്, കാണുന്ന ഈ ജനങ്ങൾക്ക് പോകാനോ, അവർക്ക് ഈ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളാണ്, അവർക്ക് ഇപ്പോൾ ഇന്ന് തൊഴിലുറപ്പിന് വരാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവർ ഈ വയൽ വഴി ചുറ്റിയാണ് വരേണ്ടി വന്ന അവസ്ഥയാണ്. അവരുടെ RDO നേരിട്ട് കണ്ടു ഈ വിഷയം ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വില്ലേജ് ഓഫീസറിന് നിർദ്ദേശം നൽകേണ്ട റിപ്പോർട്ട് സമർപ്പിക്കുക. ഇന്ന് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രസ്തുത നടപ്പാത വണ്ടിത്തടം വാർഡിനെ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാതയാണ്. വണ്ടിത്തടം, അലക്കാട്ടുകുണം, പാലറവിളാകം, വെതുക്കോട്ടുകുണം, മോടംകോട്, മൂവോട്ടുകോണം പ്രദേശവാസികൾ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ, പ്രധാനമായും കുന്നത്തുകാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകാനും, അതേപോലെ കുന്നത്തുകാൽ വില്ലേജ് ഓഫീസ്, കുന്നത്തുകാൽ കൃഷി ഭവൻ, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ, ചുമ്മണ്ടി, മാണിനാട് ഭാഗങ്ങളിലേക്ക് പോകാൻ ഈ പറഞ്ഞ പ്രദേശവാസികൾ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു പാതയാണ് ഇന്ന് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അടിയന്തരമായി
ഈ നടപ്പാത പുനഃസ്ഥാപിച്ച് നൽകാൻ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ നേതൃത്വവും ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും വേണ്ട നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഒരു പ്രദേശവാസി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ആന നടന്ന 10 അടി നടപ്പാത സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കയ്യേറി ഭൂരിഭാഗവും കൈവശപ്പെടുത്തിയതായി നാട്ടുകാർ ആരോപിക്കുന്നു. പൊതുവഴിയിലെ മണ്ണ് വെട്ടിമാറ്റി നശിപ്പിച്ചത് കാരണം ഇതുവഴിയുള്ള കാൽനട പോലും ദുഷ്കരമാണ്. കുന്നത്തുകാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, ചിമ്മിണ്ടി, മാണിനാട് ക്ഷേത്രങ്ങളിലും ആലുവിള, മണിവിള ക്രിസ്ത്യൻ ദേവാലയങ്ങളിലേക്കുമുള്ള പ്രധാന പാതയാണിത്. കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും മറ്റും പ്രദേശവാസികൾ കിലോമീറ്ററോളം ചുറ്റിപ്പോകേണ്ട അവസ്ഥയിലാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച കാൽനടപ്പാത നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുക, പൊതു നടപ്പാത പുനഃസ്ഥാപിക്കുക, ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ മൂവോട്ടുകോണം നടപ്പാതയെ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ബന്ധപ്പെട്ട അധികൃതർക്കും നാട്ടുകാർ നിരവധി പരാതികൾ നൽകിയിട്ടും നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് പ്രദേശവാസികളിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മൂവോട്ടുകോണം പ്രദേശവാസികളുടെ നടപ്പാതയുടെ വിഷയം ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന 10 പൊതുവിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് കുന്നത്തുകാൽ മണ്ഡലം കമ്മിറ്റി സമരരംഗത്താണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ പ്ലാവിള, മണ്ഡലം പ്രസിഡന്റ് PV കുര്യൻ, മണ്ഡലം സെക്രട്ടറിമാരായ ഷിജിൻ ജോയ്, വണ്ടിത്തടം സന്തോഷ്, മണ്ഡലം ട്രഷറർ പ്രവീൺ ആൽബർട്ട് തുടങ്ങിയവർ വിവിധ ചർച്ചകളിൽ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, നെയ്യാറ്റിങ്കര. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് അറേബ്യനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമംപാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.